ലെറ്റ്സ് മേക്ക് എ ഹാർട്ട് ബ്രേസ്ലെറ്റ്. നമുക്കിന്ന് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാർട്ട് ഷേപ്പിൽ വരുന്ന ബ്രേസ്ലെറ്റ്സ് ഉണ്ടാക്കിയാലോ? വരും നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിന് വേണ്ടിയിട്ട് 2 ഡിഫറെൻറ്റ് കളേഴ്സിൽ ഉള്ള ത്രെഡ് എടുക്കണം. ഞാനിവിടെ നോർമൽ എംബ്രോയ്ഡറി ത്രെഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത് അതാണെങ്കിൽ അതെടുക്കാം. അതിനെ കൊണ്ട് ഉണ്ടാക്കിയാലും നല്ല ഭംഗിയുണ്ടാവും. ശരിക്കും ഇതിൻ്റെ ത്രെഡ് ഇങ്ങനെയല്ല എന്നാലും. എന്നിട്ട് അതിങ്ങനെ 4ആക്കി മടക്കുക. 2ആക്കി മടക്കിയിട്ട് അതിനെ വീണ്ടും 2ആക്കി കൂടി മടക്കിയിട്ട് ഇതുപോലെ അതിൻ്റെ അറ്റത്തൊരു നോട്ട് ഇടുക. ആ നോട്ട് നമ്മൾ നന്നായിട്ട് ഒരു ടേബിളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അത് നമ്മൾ കെട്ട് എവിടെയാണ് ഇട്ടത് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് മാത്രമേ ഇടാവുള്ളൂ. വളരെ താഴെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അടുത്തടുത്ത് നോട്ട് ഇടുമ്പോൾ അത് ബുദ്ധിമുട്ടാവും. ഇതുപോലെ എവിടെയാണോ നമ്മൾ ആ കെട്ടിട്ടത് അതിന് കണക്കായിട്ട് ഇതുപോലെ നല്ല ഉറപ്പിൽ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് എന്തെങ്കിലും ടാപ്പോ എന്തെങ്കിലും വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളിനി ചെയ്യേണ്ടത് ഇതിനെ 4 ഭാഗങ്ങളാക്കിയിട്ട്, അതായത് 2 ഭാഗത്ത് 4 ഇതളുകളാക്കിയിട്ട് മാറ്റുക എന്നുള്ളതാണ്. ഇതുപോലെ നമ്മൾ ഓരോരോ കളറുകളായിട്ട് ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. അതായത് ആദ്യം ലൈറ്റ് കളർ, അതിൻ്റെ തൊട്ടിപ്പുറം ഡാർക്ക് കളർ, വീണ്ടും ലൈറ്റ് കളർ, വീണ്ടും ഡാർക്ക് കളർ, വീണ്ടും നടുവിൽ ഡാർക്ക് കളർ തന്നെ എടുത്തെടുത്ത് വരുന്ന രീതിയിൽ, പിന്നെ ലൈറ്റ്, ഡാർക്ക്, അതുപോലെ ലൈറ്റ്, ഇതുപോലെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് വെക്കുക. അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഫസ്റ്റ് ഭാഗം എടുത്തിട്ട്, ഇതാണ് ബാക്ക്ഗ്രൗണ്ട് വരുന്ന കളർ കേട്ടോ, ഈ ഭാഗം എടുത്തിട്ട് ഇതുപോലെ 4 എന്നുള്ള ഒരു ഷേപ്പിലൊന്ന് മടക്കിയിട്ട് ഒരു നോട്ട് കൊടുക്കുക. നോർമൽ നമ്മൾ നോട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ നല്ല വൃത്തിയിൽ നോക്കി ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. ബിഗിനേഴ്സൊക്കെ ഇത് കുറച്ചൊന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. എന്നിട്ട് ഇതുപോലൊരു നോട്ട് കൊടുക്കുക. ഓക്കെ, അതേപോലെ ഒന്നും കൂടി ഒരു നോട്ടും കൂടി കൊടുക്കുക. 2 നോട്ടായി. ഇവിടെ എല്ലാത്തിനും നമ്മൾ 2 നോട്ട് കൊടുക്കണം എന്നുള്ളത് മറക്കാതിരിക്കുക. ഓക്കെ, അതിനുശേഷം ആ സെയിം കളർ എടുത്തിട്ട് രണ്ടാമത്തതിനും കൂടി ഒരു നോട്ട് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, രണ്ടും ലൈറ്റ് കളറിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ശ്രദ്ധിക്കണേ, ആദ്യത്തേതും ലൈറ്റ് ആയിരുന്നു, ആദ്യത്തേത് ഡാർക്കും ലൈറ്റ് ആയിരുന്നു, രണ്ടാമത്തേത് രണ്ടും ലൈറ്റ് കളറിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ അവിടെയും 2 നോട്ട് കൊടുക്കുക. അതിനുശേഷം 4ാമത് നമ്മളെടുത്ത് വെച്ചിട്ടുള്ളതിലും ഇതുപോലെ ഡാർക്ക് കളറിലാണ്, അതിലും നമ്മൾ ഈ സെയിം ലൈറ്റ് കളർ വെച്ചിട്ട് ഒരു 2 നോട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഒരു സൈഡിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം. ഓക്കെ, ഇതിങ്ങനെ നമുക്കവിടെ അതേപോലെ വെച്ചേക്കാം. ഒരു സൈഡ് സെറ്റ്. ഇനി സെയിം സംഗതി രണ്ടാമത്തെ സൈഡിലും ചെയ്യാം. ലൈറ്റ് കളറാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നതെങ്കിൽ ലൈറ്റ് കളറാണ് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്നത്. ആ ലൈറ്റ് കളർ വെച്ചിട്ട് ഈ സൈഡിലും നോട്ട് കൊടുക്കുക. എത്ര നോട്ട് കൊടുക്കണം? നമ്മൾ 2 നോട്ട്. നല്ല ടൈറ്റിൽ കൊടുക്കണം കേട്ടോ. എനിക്ക് എപ്പോഴും പറ്റുന്ന അബദ്ധമാണ് ടൈറ്റില്ലാതെ ലൂസിൽ കിട്ടുക. അപ്പോൾ നമ്മൾക്കിങ്ങനെ ഹോൾ വരും. ആ ഹോൾ വരാതിരിക്കാൻ നല്ല പരമാവധി ടൈറ്റിൽ കെട്ടുക. അതുപോലെ സെക്കൻഡ് ത്രെഡിലും നമ്മൾ 2 നോട്ട് വെച്ചിട്ട് കെട്ടി. ഇനി ഇതുപോലെ ഈ നടുക്കുള്ള ഡാർക്കൻ ഷെയ്ഡിലും 2 നോട്ട് വെച്ചിട്ട് നമ്മൾ ഇടുകയാണ്. ഇനിയാണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ചെയ്ത് വെച്ച ഈ 2 സൈഡിലെ 2 സൈഡും കൂടി ഇതേപോലെ 2 നോട്ട് ഇട്ടിട്ട് നമ്മളവിടെ സെക്യൂർ ചെയ്യുക. ഈ 2 നോട്ട് നമ്മൾ സെയിം കളറായിരിക്കും, ഒന്നെങ്കിൽ 2ഉം ഡാർക്കാണായിരിക്കും അല്ലെങ്കിൽ 2ഉം ലൈറ്റണായിരിക്കും ഉണ്ടാകുക. ഇത് കണ്ടില്ലേ, ഇപ്പം നടുവിൽ വരുന്നത് 2ഉം ലൈറ്റാണിൽ നമ്മളവിടെ നോട്ട് സെക്യൂർ ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് അതേപോലെ തന്നെ നമ്മളിതുപോലെ നേരത്തെ വെച്ച പോലെ തന്നെ സെപ്പറേറ്റ് കളറായിട്ടാണ് വെച്ചിട്ടുള്ളത്. അത് വീണ്ടും നമ്മൾ അതേപോലെ നമ്മൾ എങ്ങനെയാണോ കൊടുത്തത് അതേപോലെ നമ്മൾ വീണ്ടും ചെയ്യാൻ പോകണം. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ആ ഫസ്റ്റ് 4 ആയിട്ടാണെങ്കിൽ അടുത്ത 4 നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലാണ് കൊടുക്കേണ്ടത്. ആ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ സെയിം പോലെ 2 നോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം, നമ്മൾ ആദ്യം എടുത്തിട്ട് ഫസ്റ്റ് നമ്മൾ നോർമൽ നമ്മൾ 4 എഴുതില്ല, അതുപോലെയാണെങ്കിൽ രണ്ടാമത് നമ്മൾ 4 അതിൻ്റെ ഓപ്പോസിറ്റ് 4 എഴുതുന്ന പോലെ ഇട്ടത്. എന്നിട്ട് അത് അവിടെ വെച്ചേക്കുക, ആ ലൈറ്റ് ഷെയ്ഡ് അവിടെ വെച്ചേക്കുക. എന്നിട്ട് സെയിം സാധനം എടുത്തിട്ട് നമ്മൾ നോർമൽ എങ്ങനെയാണോ നമ്മൾ ആദ്യം 4 ഇട്ട് നോട്ടിട്ടത് അതേപോലെ ചെയ്യാം. അതായത് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് മാത്രമേ ഓപ്പോസിറ്റ് ഉള്ളൂ. ബാക്കി വരുന്ന 2 നോട്ടിനും 2 ത്രെഡിനും നമ്മൾ ആദ്യം എങ്ങനെയാണോ നോർമൽ നോട്ടിട്ടത് അതേപോലെയാണ് ഇടുന്നത്. ശ്രദ്ധിക്കുക, ഫസ്റ്റ് ഇടുന്നത് മാത്രമാണ് ഓപ്പോസിറ്റ്, ബാക്കി വരുന്ന 2 ത്രെഡിലും നമ്മൾ നോർമൽ നോട്ടാണ് ഇടുന്നത്. ഒന്നും കൂടി ഞാൻ ഈ സൈഡിൽ ചെയ്യുമ്പോൾ ഒന്നും കൂടി ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. അപ്പോൾ നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അതവിടെ നമ്മൾ സെക്യൂർ ചെയ്ത് വെച്ചു.
നമ്മൾ ഈ സൈഡ് സെയിം പോലെയാണ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സെക്കൻഡ് ത്രെഡ് എടുത്തിട്ട് ഫസ്റ്റ് ത്രെഡിലേക്ക് 4 ആക്കുക, കണ്ടില്ലേ? എന്നിട്ട് അതവിടെ 2 നോട്ട് ഇടുക. ഓക്കെ, സെക്കൻഡ് ത്രെഡ് എടുത്തിട്ട് ഫസ്റ്റ് ത്രെഡിലേക്ക് നോട്ട് ഇട്ട് കൊടുക്കുക, അതവിടെ 2 നോട്ട് ഇടുക. അതേ ആ ത്രെഡ് അവിടെ വയ്ക്കുക. എന്നിട്ട് ആ നടുവിലുള്ള 2 സെയിം കളർ 2 വരുന്നത് അതേപോലെ ത്രെഡ് 2 നോട്ട് ഇട്ട് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ അത് കണ്ടിന്യൂ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ 2 നോട്ടും കൂടി അവിടെ ഇട്ടതിന് ശേഷം നമ്മൾ ആ ഫസ്റ്റ് ചെയ്തില്ലേ, അതായത് 2 ത്രെഡും കൂടി സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഭാഗം 2ഉം കൂടി ഒരുമിച്ച് ഒന്ന് നോട്ടിട്ട് ഒന്നവിടെ സെക്യൂർഡ് ആയി കൊടുക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം, ടൈറ്റിൽ തന്നെ സെക്യൂർഡ് ചെയ്യുക, അല്ലെങ്കിൽ ഹോൾസ് വരാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി കുറയും. ഓക്കെ, അപ്പോൾ ഈ 2 അവിടെ സെയിം പോലെ തന്നെ നോട്ട് ചെയ്ത് സെക്യൂർ ചെയ്തിടാം. ഇനി നമ്മൾ അടുത്ത റൗണ്ട് പോവുകയാണ്. അടുത്ത റൗണ്ടും നമ്മൾ ചെയ്യേണ്ടത് സെയിം സെക്കൻഡ് വരുന്ന ത്രെഡ് വെച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ 4 എന്നുള്ള രീതിയിൽ, അതായത് 4 ഷേപ്പിൽ ഇടണം. 2 നോട്ട് ഇടണം. ഓക്കെ, അതവിടെ വയ്ക്കുക. എന്നിട്ട് ആ നടുവിലുള്ള 2 എടുത്തിട്ട് നോർമൽ നമ്മൾ 4 എഴുതുന്ന രീതിയിൽ അവിടെയും 2 നോട്ട് ഇതുപോലെ ഇടുക. ഓക്കെ, അതുപോലെ തന്നെ തേർഡിലും സെയിം പോലെ 2 നോട്ട് ഇടുക. ആ ഫസ്റ്റിൽ വരുന്നത് മാത്രമാണ് ഓപ്പോസിറ്റ് സൈഡിൽ ഇടുന്നത് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക കേട്ടോ. അതേപോലെ ഇപ്പുറത്തെ സൈഡും ആവർത്തിക്കുക. നടുവിലുള്ളത് എടുക്കുക, ഓപ്പോസിറ്റ് സൈഡ് 4 എന്നുള്ള രീതിയിൽ വയ്ക്കുക. എന്നിട്ട് അതവിടെ നല്ല രീതിയിൽ 2 നോട്ട് ഇട്ട് കൊടുക്കുക. 2 നോട്ട് ഇടാൻ മറക്കരുത്. ഒരു നോട്ട് ഇട്ട് കഴിഞ്ഞാലും അവിടെ ഹോൾസ് വരും, ഭംഗിയില്ലാണ്ടാവും. അങ്ങനെ അവിടെയും നമ്മൾ സെക്യൂർഡ് ആയിട്ടുള്ള 2 നോട്ട് നല്ല ടൈറ്റിലിട്ട് കൊടുക്കുക, അതവിടെ വയ്ക്കുക. എന്നിട്ട് സെയിം കളർ നടുവിൽ വരുന്ന 2 എടുത്തിട്ട് അവിടെ നോർമൽ നമ്മളിടുന്ന നോട്ട് ഇടുക. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 നോർമലായിട്ട് നമ്മൾ 4ൽ നോട്ട് ചെയ്യുക, 2 ഓപ്പോസിറ്റ് വരുന്ന ഇതിൽ നോട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇതിപ്പോൾ നമ്മൾ 2 ഓപ്പോസിറ്റ് സൈഡ് വരുന്ന നോട്ടിലിട്ടില്ലേ, അതായത് ഇപ്പോൾ കഴിഞ്ഞ 2 നമ്മൾ ഫസ്റ്റുള്ള അതായത് സെക്കൻഡ് ത്രെഡ് എടുത്തിട്ട് ഫസ്റ്റ് ത്രെഡിലേക്കാണ് കണക്ട് ചെയ്തത്. ഇതിൽ 2 റൗണ്ടിൽ. ഇനി ഇത് നടുവിൽ ഇതുപോലെ സെക്യൂർ ആണ്, മറക്കരുത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നോർമൽ രീതിയിലുള്ള നോട്ടിംഗ് ആണ്. നോർമൽ രീതി പറഞ്ഞാൽ ഫസ്റ്റുള്ളത് എടുത്തിട്ട് സെക്കൻഡിലേക്ക് തന്നെ കൊടുക്കുക എന്നുള്ള രീതിയിൽ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റുള്ള നോട്ട് ഡാർക്ക് കളറാണ്, അതെടുത്തിട്ട് സെക്കൻഡ് നോട്ടിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് എടുക്കുക, സെക്കൻഡിലേക്ക് കണക്ട് ചെയ്യുക, അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ ഫസ്റ്റിലെടുത്ത് സെക്കൻഡിലേക്ക് കണക്ട് ചെയ്തത് ഈ സൈഡിലും നമ്മൾ ചെയ്ത് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യുക. അത് അങ്ങനെ ഒരു റൗണ്ട് കഴിഞ്ഞ ശേഷം 2ാമത്തെ റൗണ്ടും അതേപോലെ ഫസ്റ്റ് എടുത്ത് സെക്കൻഡിലേക്ക് നോട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് 3ാമത് വരുന്നതാണ് സെക്കൻഡത്തെ ത്രെഡ് എടുത്തിട്ട് ഫസ്റ്റിലേക്ക് കൊടുത്ത് നോട്ട് ചെയ്യുന്നത് 3ാമത്തെ റൗണ്ടാണ്. അത് 4ാമത്തെ റൗണ്ടിലും അതേപോലെ തന്നെ ചെയ്യുക. എല്ലാം 2 ആക്കിയിട്ടാണ് ചെയ്യേണ്ടത്. ഇതുപോലെ കണ്ടിന്യൂ ചെയ്യാം. എന്നിട്ട് ഇത് ഈ ഓപ്പോസിറ്റ് സൈഡിലും അതേപോലെ 2 നോട്ട് വെച്ചിട്ട് ഇട്ടെടുക്കുകയാണ് ഞാനിപ്പോൾ. ഇപ്പോൾ തന്നെ ആ ഹാർട്ട് ഷേപ്പ് വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? അങ്ങനെ വരും. അപ്പോൾ നമുക്കത് ഒരു 3 പ്രാവശ്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 4ാമത്തെ പ്രാവശ്യം നമ്മൾ ഈ നോട്ടൊന്നും നോക്കാതെ ആ ഹാർട്ട് ഷേപ്പ് എങ്ങനെ വരും എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യും. ലാസ്റ്റ് ഈ ഹാർട്ട് ഷേപ്പ് ലാസ്റ്റ് വരുന്ന 2ൻ്റെയും അറ്റം ഒന്ന് നോട്ട് ചെയ്ത് സെക്യൂർ ചെയ്യുക. ഇപ്പോൾ കണ്ടില്ലേ, നമുക്കൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഹാർട്ട് കിട്ടിയില്ലേ? ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് വേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഹാർട്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നോർമലായിട്ടുള്ള നോട്ടാണ് ഇപ്പോൾ ഫുൾ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തതും അതായത് ഒരു റൗണ്ടാണ് നോർമൽ നോട്ട് കൊടുത്തത്. ഇനി അടുത്ത റൗണ്ടും നമ്മൾ നോർമൽ നോട്ട് കൊടുത്തിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടിന്യൂ ചെയ്യാണ് വേണ്ടത്. ലൈറ്റ് ബ്ലൂ വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് കണ്ടിന്യൂ ചെയ്യാണ് വേണ്ടത്. ഇതുപോലെ ലൈറ്റ് കളർ വെച്ചിട്ട് വീണ്ടും ഇതുപോലെ നോർമൽ നോട്ടിട്ട് 2 നോട്ട് കൊടുക്കുക. നോർമൽ സൈഡിലേക്ക് 2 നോട്ട് കൊടുക്കുക. വീണ്ടും അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെച്ചിട്ട് നോട്ട് കൊടുക്കുക. അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണം.
ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഇടുന്ന 2 നോട്ടും നോർമൽ ഫോറിലും, സെക്കൻഡ് ഇടുന്ന 2 നോട്ടും ഓപ്പോസിറ്റ് ഫോറിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് വരുന്നത്. ഇങ്ങനെ എത്ര ഹാർട്ട് ഷേപ്പ് വേണം എന്നുള്ളത് നിങ്ങളുടെ കയ്യിൻ്റെ അളവ് എടുത്തിട്ട് അതിന് കണക്കായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഇത്രയും ക്യൂട്ടായിട്ടുള്ള ഈ ഒരു ബ്രേസ്ലെറ്റ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ കുഞ്ഞുമക്കൾക്കൊക്കെ കൊടുക്കുക. അതുപോലെ നിങ്ങളിത് എന്തായാലും വീട്ടിൽ വെച്ച് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്തിട്ട് കൂടെ അത്രയേ ഉള്ളൂ. താങ്ക്